പശ്ചിമേഷ്യയിലെ ഈ ഇറാൻ ആക്രമണത്തിൻ്റെ സൂത്രധാരനും ദുരാഗ്രഹിയും വൈരാഗിയും വിദ്വേഷിയും ആവശ്യക്കാരനും ഇസ്രയേലുകാരനായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ ഈ ട്രംപിനെ ഇതിൻ്റെ സാമ്പത്തിക ലാഭങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ച് രംഗത്തിറക്കിയതാണ്. ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഗ്രേറ്റർ ഇസ്രയേലാണ്. അവനെതിരെ ഒരു ചെറിയ ശബ്ദം പോലും ഒരു നൂറ്റാണ്ടിൽ പോലും ഉണ്ടാകാതിരിക്കാൻ ഇപ്പോഴേ അത് അരിഞ്ഞു തള്ളുന്ന മുൻകാല പ്രാബല്യത്തിൽ പലയിടത്തും വിജയിച്ച തന്ത്രങ്ങളുടെ തുടർച്ചയായിരുന്നു ഈ തന്ത്രവും. അതിനുവേണ്ടിയാണ് അരനൂറ്റാണ്ടായി പ്രതിസന്ധിയിലാക്കി നിർത്തിയിരുന്ന ഒരു രാജ്യത്തിന് മേൽ അപ്രതീക്ഷിതമായി ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയും പരമോന്നത നേതാവിനെയും ആക്രമിച്ചൊരു വൃദ്ധനായ മനുഷ്യനെ കൊല്ലുന്ന തരത്തിലുള്ളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തത്. ട്രംപിനോട് പറഞ്ഞു കൊടുത്തത് അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ചാണ്. എണ്ണ കിട്ടും, ആ രാജ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പൊതുവേ അതിൽ കൊതിയനായ, പണ്ട് നമ്മൾ ബാലചിത്ര കഥകളിലൊക്കെ വായിച്ചിട്ടുള്ളതുപോലെയുള്ള കുറുക്കനെ കൂട്ടിക്കൊണ്ടുപോയി വെട്ടിൽ ചാടിക്കുന്നത് പോലെ എവൻ കൊണ്ടുപോയി വെട്ടിച്ചാടിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ട്രംപിനെ. അങ്ങനെ ചെയ്ത ഇസ്രയേൽ സ്വയം നാണിച്ചു പോയ ചില സന്ദർഭങ്ങളുണ്ട് ഈ യുദ്ധത്തിൽ. അത് വളരെ മനോഹരമായി ഒരു വിദേശകാര്യ ലേഖകൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗം കയ്യിലുള്ളത് മൊസദാണ്. അതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെപ്പോലും ഭയപ്പെടേണ്ട. മൊസദ് എല്ലാം മണത്തറിയുന്നവനാണ്. ഉൽപ്പത്തി മുതൽ ആവിർഭാവം മുതൽ വളർച്ച മുതൽ തുടർച്ച വരെ എല്ലാം അറിയുന്നവനാണ്. പക്ഷേ ഇവൻ്റെ ദയനീയമായ കാഴ്ചയാണ് എവിടെ കണ്ടത്? ഫലസ്തീനിൽ കണ്ടത്. ഫലസ്തീനിൽ ഈ ഒളിവിൽ കൊണ്ടുപോയി വെച്ചിരുന്ന ബന്ദികളെ ഒരെണ്ണത്തിനെ പോലെയും കണ്ടുപിടിച്ചില്ല. അവർ അവസാനിപ്പിച്ച് അവരെ കീഴടക്കി അത് പിടിച്ചടക്കി വേറെന്തെങ്കിലും സ്ഥാപിക്കാൻ പറ്റിയില്ല. അവരെ ഉന്മൂലനം ചെയ്യാൻ പറ്റിയില്ല. എല്ലാ തന്ത്രങ്ങളും പാളി അവസാനം നിരായുധരായ ആരും സഹായിക്കാനില്ലാത്ത ഫലസ്തീനികളായ കുറേ മനുഷ്യരെ കൊന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും അവനവിടെ നേടിയില്ല. അതിൻ്റെ തുടർച്ചയായുള്ള ഏറ്റവും അർഹിക്കുന്ന ചില നാണം കെട്ട ചരിത്രങ്ങൾ കൂടി ഈ യുദ്ധത്തിലുണ്ട്. അത് പറഞ്ഞു പോകണം. അതിലൊന്നാണ് അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ കവചം തകർക്കപ്പെട്ട നിമിഷം. ഇസ്രയേലിൻ്റെ കയ്യിൽ അയൺ ഡോമുണ്ട്. ഈ അയൺ ഡോം എന്ന് പറയുന്നത് വളരെ ശക്തമായതാണ്. അതുപോലെ തന്നെ ആരോ 3 എന്ന് പറയുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. ഇതിനെ ഒന്നും ഭേദിച്ച് ഒന്നും ഇസ്രയേലിലേക്ക് എത്തില്ല എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഇറാൻ ഒരേ സമയം 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും തൊടുത്തങ്ങോട്ട് അടിച്ചപ്പോൾ ഈ അയൺ ഡോം ഉൾപ്പെടെ ചുരുണ്ട് മാലപ്പടക്കം പൊട്ടുന്നത് പോലെ ഇസ്രയേൽ നിന്ന് പൊട്ടി. ടെല്ലവീവിലും ജെറുസലേമിലുമൊക്കെ ആകാശത്ത് വെച്ച് പ്രതിരോധിക്കാൻ തങ്ങളുടെ കയ്യിൽ ആരോ മിസൈലുണ്ട് എന്ന് പറഞ്ഞതിൽ നോക്കി നിൽക്കെ വന്ന് താഴെ വീണ് പൊട്ടിത്തെറിക്കുന്നത് ലോകം കണ്ടു, ഇസ്രയേലികൾ കണ്ടു. അവരെല്ലാവരും കോൺക്രീറ്റിനകത്ത് കയറി ഇരിപ്പുറപ്പിച്ചു. ഏറ്റവും നാണം കെട്ട നിമിഷമായി ഈ ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേലിന് സംഭവിച്ച നാണം കെട്ട നിമിഷം ഒന്ന് ഇതാണെന്നാണ് ഒരു മീഡിയ പാനൽ അഭിപ്രായപ്പെടുന്നത്. രണ്ടാമത്തെ എന്താണെന്നറിയുമോ? ഇസ്രയേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ബേസായിരുന്നു നെവാറ്റിം എയർബേസ്. അതുപോലെ തന്നെ ടെൽനോഫ് വ്യോമസേനാ താവളം. ഈ പറയുന്ന നൊവാറ്റിം എന്ന് പറയുന്ന സ്ഥലത്തും ടെൽനോഫ് എന്ന് പറയുന്ന ഈ 2 തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും ഇറാൻ്റെ മിസൈലുകൾ വന്ന് പറന്നിറങ്ങിയപ്പോൾ തലയിൽ കൈവച്ചു പോയി IDFൻ്റെ വലിയ ആളുകൾ. കാരണം ഇസ്രയേലിൻ്റെ കയ്യിൽ ഉള്ള പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്ന് ഇസ്രയേലിൻ്റെ അഭിമാനമായ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഏറ്റവും സുരക്ഷിതമായ സൈനിക താവളങ്ങളായിരുന്നു ഈ താവളങ്ങൾ. ഈ താവളത്തിലേക്കാണ് ഈ മിസൈലുകൾ മഴ പെയ്തിറങ്ങിയത്. ഞെട്ടിപ്പോയി. ഇതിൻ്റെ ഉള്ളിലേക്ക് വരെ കൃത്യമായി തങ്ങളുടെ എല്ലാ പ്രതിരോധ സംവിധാനവും പാളി ഇറാൻ്റെ മിസൈലുകൾ പറന്നിറങ്ങി എന്നുള്ളത് യവന്മാർ നാണം കെട്ട് തലതാഴ്ത്തേണ്ടി വന്ന രണ്ടാമത്തെ സന്ദർഭമാണ്. മൂന്നാമത്തെ സന്ദർഭം എന്താണെന്നറിയോ? ഇസ്രയേൽ എല്ലാവരെയും വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇറാനൊന്നും ഒരു പ്രശ്നമേ അല്ല, മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യങ്ങളും പ്രശ്നമല്ല, ഞങ്ങളുടെ കയ്യിൽ എല്ലാ തന്ത്രങ്ങളുമുണ്ട്, ഞങ്ങൾ ലോകത്തെ വലിയ ചെന്നായ്ക്കളാണ്. ഇവിടെ ഓരോരുത്തർ കിടന്ന് നിലവിളിക്കുന്ന കാണാമല്ലോ ഇസ്രയേലിൻ്റെ കാര്യം പറയുമ്പോൾ. അവന്മാർ വിചാരിച്ചാൽ നക്കിക്കൊണ്ട് പോകും. അതുകൊണ്ട് അവരെ ഇങ്ങ് ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയാൽ, അതിനാണല്ലോ ഇന്ത്യ കെട്ടിപ്പിടിക്കുന്നത് ഇസ്രയേലിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് കൊണ്ടുവന്നാൽ പിന്നെ നമ്മുടെ രാജ്യത്ത് ആർക്കും ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ വിശ്വാസത്തെയാണ് ചൈനക്കാരൻ നമ്മുടെ സിന്ദൂർ ഓപ്പറേഷൻ സമയത്ത് അതിൻ്റെ മറുവശം ബോധ്യപ്പെടുത്തിയത്. അതുപോലെ തന്നെ നിന്നിരുന്ന ഇസ്രയേൽ അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? അമേരിക്കയുടെ സൈനിക സഹായം തേടേണ്ടി വന്നു.
അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വിളിക്കേണ്ടി വന്നു. അമേരിക്കയുടെ നാവികസേനയെ ഇറക്കേണ്ടി വന്നു. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒന്നും ഇടപെടലില്ലാതെ തങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ലെന്നും യവനൊക്കെ മാറിയാൽ, അതായത് ഇസ്രയേൽ മൈനസ് അമേരിക്കയാണെങ്കിൽ വെറും ഒരു ദിവസം കൊണ്ട് ഇറാൻ അവനെ ഫിനിഷ് ചെയ്യുമെന്ന് ലോകത്ത് ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു ഈ പറയുന്ന സന്ദർഭം. ആ ബോധ്യപ്പെടൽ അവന് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത 4ാമത്തെ സന്ദർഭം, എവിടെ ഇറാനെ ആക്രമിക്കുന്നോ അതേ സ്ഥാനത്ത് കൃത്യമായി തിരിച്ച് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നു. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പകച്ചു പോയതിൻ്റെ ബാല്യം എന്ന് പറയുന്ന സ്ഥിതിയിലായിരുന്നു ഇസ്രയേൽ. അതായത് ഇറാൻ്റെ അണുവായുധ കേന്ദ്രത്തിനടുത്ത് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുന്നത് ഇസ്രയേലിൻ്റെ അണുവായുധ റിയാക്ടറുകളുടെ തൊട്ടടുത്താണ്. ഇറാൻ്റെ തുറമുഖം ആക്രമിച്ചാൽ ഇസ്രയേലിൻ്റെ തുറമുഖമാണ് ആക്രമിക്കുന്നത്. ഇറാൻ്റെ സൈനിക താവളം ആക്രമിച്ചാൽ ഇസ്രയേലിൻ്റെ സൈനിക താവളമാണ് ആക്രമിക്കുന്നത്. ഇറാൻ്റെ കയ്യിൽ ആകാശ പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ല. കടം കൊണ്ട് എല്ലാം കെടുതി മുട്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. അങ്ങനല്ല, അല്ലെങ്കിൽ അങ്ങനെ അല്ലെന്നാണ് ലോകത്തെ ധരിപ്പിച്ചിരിക്കുന്നത്. ആ അതേ നാണയത്തിലുള്ള തിരിച്ചടി, ജനങ്ങൾക്കുണ്ടായ നഷ്ടം, ടണലുകളിൽ ഏറ്റവും കൂടുതൽ നാൾ കഴിയേണ്ടി വന്ന യുദ്ധം മറക്കില്ല ഇസ്രയേൽ ഈ പോരാട്ടം. ഇനി ഇറാനെതിരെ ഒരു യുദ്ധവുമായി ഇറങ്ങി പുറപ്പെടില്ല എന്ന് മാത്രമല്ല, ഈ ബോധ്യപ്പെടൽ കൂടിയാണ് ട്രംപ് തീർക്കണം എന്ന് പറയുന്നിടത്ത് ഇസ്രയേൽ നിൽക്കുന്നത്. അതല്ല, സ്വയം ജയിക്കാൻ സ്വന്തമായി കഴിയുമെന്നുണ്ടായിരുന്നെങ്കിൽ ട്രംപിൻ്റെ ഈ എഗ്രിമെൻ്റ് ഒപ്പിടുന്ന 3 ദിവസങ്ങൾക്കുള്ളിൽ അവർ ഇറാനെ തീർത്തേനെ. കാരണം മനുഷ്യത്വം അവർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിരപരാധികളായ ഫലസ്തീനികളെ, ഒരായുധവുമില്ലാത്ത കുഞ്ഞു മക്കളെ അടക്കം കൊന്നുതള്ളി അതിൽ ആഘോഷം പങ്കിടുമോ?